ശാസ്ത്രജ്ഞയാവാൻ കൊതിച്ച മിടുക്കി പെൺകുട്ടി എങ്ങനെ സോഷ്യൽ മീഡിയയുടെ പരിഹാസ കഥാപാത്രമായി? വിധിക്ക് മുന്നിൽ തോറ്റുപോയ ദിവ്യരാജൻ എന്ന പെൺകുട്ടിയുടെ കഥ. പത്തനംതിട്ട പന്തളം NSS കോളേജിൽ നിന്ന് BA പൊളിറ്റിക്സ് ബിരുദയായ വ്യക്തി ദിവ്യരാജൻ എന്ന സാധാരണ സ്ത്രീയിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന പരിഹാസ കഥാപാത്രമായ നാഗച്ചേച്ചി എന്നൊക്കെ വിളിച്ച് നമ്മൾ കളിയാക്കുന്ന വ്യക്തി എങ്ങനെയായി? ദിവ്യരാജൻ എന്ന വിദ്യാർത്ഥിക്ക് കുട്ടിക്കാലം മുതൽക്കേ ശാസ്ത്രജ്ഞയാവാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് അവരുടെ പല സ്വപ്നങ്ങളിലും ഒന്നായിരുന്നു. ശാസ്ത്രജ്ഞ, സിനിമാ നടി, ചിത്രകാരി, ശില്പി എന്നിങ്ങനെ. BA പൊളിറ്റിക്സിന് ചേർന്ന ശേഷം മറ്റു വിഷയങ്ങൾ പഠിക്കാനും അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിക്ക് മുന്നിൽ പക്ഷേ ജീവിതം കരുതി വെച്ച് ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമായിരുന്നു. വിശപ്പടക്കാൻ പിടിച്ചു നിൽക്കാനും വേണ്ടി അവർ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. പാടത്തെ കൊയ്ത്തുപണി മുതൽ വക്കീൽ, ഗുമസ്ത പണി വരെ. ഒടുവിൽ ജീവിതത്തിന്റെ ഭാരവും സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും ആ മനസ്സിന്റെ താളം തെറ്റിച്ചപ്പോൾ സമൂഹം അവർക്കൊരു പേരിട്ടു: കോമാളി. ഇന്ന് അവരുടെ വീഡിയോ കണ്ട് നമ്മൾ ചിരിക്കുമ്പോഴും ട്രോളുമ്പോഴും ഓർക്കുക, ആ വേഷങ്ങൾക്കും വിചിത്രമായ സംസാരങ്ങൾക്കും പിന്നിൽ ജീവിതത്തോട് പൊരുതി തോറ്റ, വിധിയുടെ ക്രൂരതയേറ്റ് തകർന്നുപോയ ഒരു പാവം സ്ത്രീയുടെ തീരാവേദനയുണ്ട്. ദിവ്യരാജൻ നല്ലൊരു കലാകാരിയും സാധാരണക്കാരെ പോലെ സമാധാനത്തോടെ ജീവിക്കാനും അവർ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ജീവിതം അവർക്ക് സമ്മാനിച്ചത് ദാരിദ്ര്യവും ഒറ്റപ്പെടുത്തലുമാണ്. കുടുംബം പട്ടിണി കിടക്കാതിരിക്കാൻ ആ കൈകൾ കൊയ്ത്തരിവാളെടുത്തു. വയൽ വരമ്പുകളിൽ വെയിലും മഴയും ഏറ്റ് അവർ കഠിനാധ്വാനം ചെയ്തു. അഡ്വക്കേറ്റ്, ക്ലർക്ക്, തയ്യൽക്കാരി, മെഴുകുതിരി തൊഴിലാളി, വീട്ടുജോലി, ഹോം നേഴ്സ്, ഈ വേഷങ്ങളെല്ലാം പിന്നിൽ സ്വപ്നം തകർന്നുപോയ ഒരു സ്ത്രീയുടെ ദയനീയ മുഖമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും നിരന്തരമായ മാനസിക സംഘർഷങ്ങളും പ്രിയപ്പെട്ടവരിൽ നിന്ന് ഒറ്റപ്പെടലും കൂടിയായപ്പോൾ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ പോലും ഭ്രാന്തി എന്ന് വിളിച്ചു. എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ സ്വന്തം ജീവിത ദുരിതങ്ങൾക്ക് ആത്മീയമായ ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച അവർ നാഗസൈരദ്ധി എന്ന വിചിത്ര വേഷത്തിലേക്ക് മാറി.